യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു ഈ ഭൂമിയിൽ എവിടെയോ അടച്ചു വെച്ചിരിക്കുകയാണ്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവര് ഖിയാമത്ത് നാളോട് അടുത്തു വരുമ്പോൾ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇത് മൃഗങ്ങളാണെന്നാ പറയുന്നത്, ചരിത്രം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഒരു മലയുടെ ഉൾഭാഗത്ത്, ഒരു മതിലിന്റെ ഉൾഭാഗത്ത് അള്ളാഹു അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഈ വിഭാഗം വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കെട്ടിയിരിക്കുന്ന മതിലിങ്ങനെ തുരക്കും, മതിലിങ്ങനെ തുരന്നുകൊണ്ടിരിക്കും. അങ്ങനെ വൈകുന്നേരമാകുമ്പോ അവരെല്ലാവരും കൂടെ അവരെ മേൽനോട്ടം വഹിക്കുന്ന ആള് പറയും, ഇന്നത്തെ പണി നിർത്ത്, നമുക്ക് പോയിട്ട് നാളെ വന്നിട്ട് ബാക്കി ചെയ്യാം. എല്ലാ ദിവസവും വൈകുന്നേര സമയമാകുമ്പോ യഅജൂജ് മഅജൂജിന് അവരുടെ നേതാവ് പറയും, ഇന്നത്തെ പണി നിർത്താം, നമുക്ക് വൈകുന്നേരമായില്ലേ, പോയി റെസ്റ്റ് കിടന്നുറങ്ങാം, നാളെ രാവിലെ വന്ന് നമുക്ക് പണിയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പണി അവിടെ നിർത്തിവെച്ചിട്ട് അവർ തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കുമ്പോൾ ആ പണിതിരുന്ന സ്ഥലം പഴയതുപോലെ ആയിരിക്കുകയാണ്. പണിതിരുന്ന സ്ഥലം പഴയതുപോലെ ആയിരിക്കുന്നു. പിന്നെയും ഇവര് തുരക്കും. വൈകുന്നേരമാകുമ്പോ ഇവരുടെ അമീർ പറയും, ഇന്നത്തെ പണി നിർത്തി, ബാക്കി നാളെ രാവിലെ വന്ന് ചെയ്യാം. ഇങ്ങനെ ഇവര് തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ വരും, അപ്പോഴും മതിൽ പുതിയതുപോലെ ഇരിക്കും. ഇങ്ങനെ തുരന്നിരിക്കും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇത് പഴയ രൂപത്തിലാകും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോകും. പിറ്റേ ദിവസം വരുമ്പോൾ ആ പണി അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനാണ് അവർ പൊട്ടിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി പഠിക്കും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഇബ്നു മാജയിൽ ഈ ഹദീസ് കാണാം. സലാജ് വെറുതെ പറയുന്നതല്ല. സംശയമുള്ളവർക്ക് ഉസ്താദന്മാരോട് ചോദിക്കാമില്ലെങ്കിൽ ഹദീസ് ഞാൻ തന്നെ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅജൂജ് മഅജൂജ് എല്ലാ ദിവസവും രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവരെ അല്ലാഹു അടച്ചിട്ടിരിക്കുന്ന മതിലിങ്ങനെ തുറക്കുകയാണ്. തുരന്ന് അവസാനം വൈകുന്നേരമാകുമ്പോ അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ അതാ മതില് പുതിയതുപോലെ തന്നെ ഇരിക്കുകയാ. പിന്നെയും തിരക്കുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും വരുന്നു, പിന്നെയും പോകുന്നു. പക്ഷേ ഖിയാമത്ത് നാളടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതാ ഒരു ദിവസം വൈകുന്നേരം അവിടുന്ന് ജോലി നിർത്താൻ സമയമായി. ആ സമയത്തല്ല അതാ അവരുടെ അമീർ പറയുകയാ, ഇന്നത്തെ ജോലി നമുക്ക് നിർത്താം, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ വന്ന് ചെയ്യാം. വൈകുന്നേര സമയത്ത് പണി നിർത്തുമ്പോ ആദ്യമായിട്ട് അവരുടെ അമീർ പറയുകയാണ്, ഇന്നത്തെ പണി ഇവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ബാക്കി വന്ന് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ ഇൻഷാ അല്ലാഹു തആല പിറ്റേ ദിവസം രാവിലെ അവര് വന്നു നോക്കുമ്പോ പണി എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും പടച്ചവനെ പഴയതുപോലെ ആകുമായിരുന്നു. ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് പോയപ്പോ എവിടെയാണോ ജോലി നിർത്തിവെച്ചിരുന്നത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ബാക്കിയാണ് തുറക്കുന്നത്. അങ്ങനെയാണ് ആ മതില് തകരുന്നത്. അങ്ങനെയാണ് യഅജൂജ് മഅജൂജ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ, ഇൻഷാ അല്ലാഹുവിന്റെ മഹത്വം പഠിക്കണോ, ഇൻഷാ അല്ലാഹുവിന്റെ മഹത്വം പഠിക്കൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് ഇന്നലെ മുതൽ തുടങ്ങിയതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കൂ. ഒരുപാട് പ്രവാചകന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് പ്രവാചകന്മാര് പറഞ്ഞ വാക്കാണ് ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഈ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാന്റെ പ്രവാചകന്മാര് പറഞ്ഞതിന് തെളിവ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു സംഭാഷണം അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഖിളിർ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ പരസ്പരം സംസാരിച്ച ഒരു ചരിത്രം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യമാണ്. പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ദേഷ്യമുള്ള പ്രവാചകൻ, നല്ല ആരോഗ്യമുള്ള പ്രവാചകൻ. ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു കളഞ്ഞു മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാകുന്ന, ഒരുമിച്ച് യാത്ര പോയാൽ ശരിയാകില്ല. കാരണം ഇല്ല, ഇൻഷാ അല്ലാഹ് എല്ലാം ക്ലിയർ ആവും. ക്ലിയർ ആവും, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ക്ഷമിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. ഇങ്ങനെയാണ് മൂസാ നബി പറഞ്ഞത്. ചരിത്രം പറയുന്നു, നിങ്ങൾ അറിയണം, ചരിത്രം പഠിക്കണമല്ലോ. ഖിളിർ നബിയും മൂസാ നബി അലൈഹിസ്സലാമും കൂടി ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഖിളിർ നബി അലൈഹിസ്സലാം ഒരു കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഇത് കണ്ടപ്പോ മൂസാ നബിക്ക് സ്വഭാവം അങ്ങ് മാറി. നിങ്ങൾ എന്താ ഈ കാണിക്കണേ? മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഷോക്കായി പോയി. നിങ്ങൾ എന്താ കാണിക്കണേ? ഖിളിർ നബിയുടെ ചൂടാവും. എന്താ ഈ കാണിച്ചേ? ഒരു കുട്ടിയെ വെറുതെ കൊന്നുകളഞ്ഞു. ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ചേരുവില്ലാന്ന്. ഞാൻ ആദ്യമേ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ സ്വഭാവം നിനക്ക് ഭയങ്കര പെട്ടെന്ന് ടെൻഷൻ ആകുന്ന ആളാണ്, നമ്മൾ തമ്മിൽ ചേരൂല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കൂല. ശരി, ഓക്കെ. കുറച്ചു മുന്നോട്ടൊരു ഗ്രാമത്തിൽ ചെന്നു. പടച്ചവനെ കുടിക്കാൻ വെള്ളവും കൊടുക്കുന്നില്ല, കഴിക്കാൻ ഭക്ഷണവും കൊടുക്കണില്ല, ആരും തിരിഞ്ഞു നോക്കണില്ല. രണ്ടുപേരും വിശന്നിങ്ങനെ നടക്കാൻ, രണ്ടുപേരെ ആരും തിരിഞ്ഞു നോക്കണില്ല. അപ്പോഴാ ഒരു മതിൽ ഇടിഞ്ഞു വീഴാൻ പോവാ. ഒരു മതില്, ആ നാട്ടിൽ ഒരു വലിയ മതിൽ ഇടിഞ്ഞു വീഴാൻ പോവാ. ഖിളിർ നബി അലൈഹിസ്സലാം ഓടി ചെന്നിട്ട് ഈ മതിൽ അങ്ങോട്ട് പിടിച്ച് നേരെയാക്കാം. മൂസാ നബിയോട് പറഞ്ഞു പിടിക്കാൻ. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, പച്ചവെള്ളം പോലും തരാത്ത ഇവന്മാരുടെ മതിലെന്തിനാ നമ്മള് നേരെയാക്കണേ? എടാ, മനുഷ്യൻ വിശന്ന് വന്നിട്ട് കുടിക്കാനും കഴിക്കാനും ഒരല്പം ഭക്ഷണം പോലും തരാത്ത ഇവന്മാരുടെ വീടിട്ട് നമുക്കെന്താ? മൂസാ നബിയോട് അപ്പോഴും ചോദിച്ചു, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ മൂസ, നമ്മൾ തമ്മിൽ ഇല്ലപ്പ, ഇനി ഞാൻ ഒന്നും മിണ്ടൂല, ഇനി ഒന്നും ഞാൻ ചോദിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, കപ്പലിൽ കയറിയിട്ട് കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖിളിർ നബി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കപ്പലിന്റെ പലക അങ്ങോട്ട് ഇളക്കിയിട്ട് വെള്ളത്തിൽ കളയാ. കപ്പലിന്റെ പലക ഇളക്കിയിട്ട് വെള്ളത്തിലോട്ട് കളയുക. ഇത് കണ്ടപ്പോ മൂസാ നബി ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ കാണിക്കണം? പ്രശ്നം ഇത്രയും പേര് ഈ കപ്പലിൽ സഞ്ചരിക്കുന്നു, നിങ്ങൾ എന്താ ഈ കാണിക്കണം? മുങ്ങി ചത്തുപോകത്തില്ല എല്ലാരും. മൂസാ നബി പറഞ്ഞു. മൂസാ നബിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഖിളിർ നബി പറഞ്ഞു, തീർന്നു, ഇനി നമ്മൾ ഒരുമിച്ച് യാത്രയില്ല, കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരും ഇനി ഇവിടെ നിന്ന് ഒരുമിച്ചുള്ളൊരു യാത്രയില്ല, യാത്ര അവസാനിച്ചു. എന്നിട്ട് ഈ 3 കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കുട്ടിയെ കൊല്ലാനുള്ള കാരണം, ആ കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ തന്നെ അവൻ കൊന്നുകളയും. അവന്റെ മാതാപിതാക്കളെ തന്നെ കൊല്ലുന്നവനാ അവൻ. അതുകൊണ്ടാ ചെറുപ്പത്തിൽ അവന്റെ കാര്യം കഴിച്ചത്. രണ്ടാമത് പറഞ്ഞു കൊടുത്തു, പച്ചവെള്ളം പോലും കുടിക്കാൻ തരാത്ത നാട്ടിൽ മതില് വീഴാൻ പോയപ്പോ മതില് നേരെയാക്കിയത് മക്കൾക്ക് വേണ്ടി ഒരു നിധി മാതാപിതാക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മക്കൾക്ക് അത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ മതില് നേരെയാക്കിയത്. 3 കപ്പലിലെ പലക ഇളക്കി കളയാനുള്ള കാരണം, ഒരു അന്യ രാജാവ് നോക്കി നിൽക്കുകയാ. ഒരു രാജാവ് നോക്കി നിൽക്കുന്നു, അക്രമിയായ രാജാവ്. നല്ല കപ്പലുകൾ കാണുമ്പോൾ ആ കപ്പലിലുള്ളവരെ മുഴുവനും കൊന്നുകളയുകയും പെണ്ണുങ്ങളെ നശിപ്പിച്ചിട്ട് അത് പിടിച്ചെടുക്കുകയും, അപ്പോൾ ഒരു പോരായ്മ ഉള്ളത് മാത്രം അദ്ദേഹം വിടുന്നു. അതിനുവേണ്ടിയാ ഞാൻ ഇത് ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസി ലക അംറാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതും മൂസാ നബി തന്നെ പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം വിവാഹിതനാവുകയാ. എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരായ ചെറുപ്പക്കാരാ,
4 പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തവര്, അതാ രോഗികൾക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി അതാ സർവ്വതും നഷ്ടപ്പെട്ടു പോയവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തവരുണ്ടല്ലോ. വയനാട് ജില്ലയിൽ ഒരുപാട് പേർക്ക് ഭക്ഷണം എത്തിച്ച ചെറുപ്പക്കാരാ, 60ഓളം വരുന്ന മക്കൾക്ക് ഫ്രീ ആയിട്ട് സുന്നത്ത് നടത്തി കൊടുത്തവര്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരാ, അറിയോടാ അല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന്? നിനക്ക് അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇതൊന്നും വെറുതെയല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് സർവ്വതും കളഞ്ഞിട്ട് പോകല്ലേ മക്കള്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബിയുടെ ചരിത്രം വായിച്ചു നോക്ക്. പടച്ചവനെ, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യരെ പ്രതിഫലമെന്ന് പഠിച്ചോ? എന്താണ് പ്രതിഫലമെന്ന് പഠിച്ചോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പറയും, ഉസ്താദേ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ എനിക്ക് വേണം ഉസ്താദ്, ഒരു സ്വാലിഹത്തായ പെണ്ണിനെ എനിക്ക് വേണമെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ഉസ്താദേ അല്ലാഹുവിനെ ഭയമുള്ള ഒരു ചെറുപ്പക്കാരെ എനിക്ക് ഭർത്താവായി വേണമെന്ന് തരുന്ന പ്രതിഫലമെന്ന് പടച്ചവനെ, ഒരു മനുഷ്യനെ എവിടെ നിന്ന് ഒറ്റയടിക്കങ്ങ് കൊല്ലുകയാണ്. ആ മനുഷ്യൻ എവിടെ നിന്ന് പീഡ അറിയാതെ അടിച്ചു പോയതാ, ദേഷ്യം കൊണ്ടടിച്ചു പോയി. അടിച്ചത് വെറുതെയല്ല, ബനൂ ഇസ്രായേലിലെ പാവപ്പെട്ടവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് അടിച്ചു പോയതാണ്. മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്ന, മൂസാ, ഫിറഔനിന്റെ കിങ്കരന്മാര് നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, വേണമെന്ന് ഇട്ടിരുന്ന വസ്ത്രത്തോട് മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് വിടുകയാണ്. ആരാരുമില്ലാത്ത നാട്ടിലേക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് മൂസാ നബി കടന്നു പോകുമ്പോ ഒരു രംഗം കാണുകയാ, ഒരു രംഗം കാണുകയാ. കാണുന്ന രംഗമെന്നറിയോ? അല്ലാഹുവേ, വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കിടന്ന് തമ്മിലടിക്കുകയാ. ഇടകലർന്നുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം കോരുകയാണ്. ആണും പെണ്ണുമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും വെള്ളം കോരാറുള്ള തിരക്ക് കൂട്ടുമ്പോ 2 പെണ്ണുങ്ങൾ മാറി നിൽക്കുകയോ, 2 പെണ്ണുങ്ങൾ മാറി നിൽക്കുകയോ. മൂസാ നബിക്ക് അത്ഭുതമായി. മൂസാ നബി ചോദിക്കുന്ന, പെണ്ണ്, നിങ്ങളെന്തേ വെള്ളം കോരാൻ പോകാത്തത്? നിങ്ങളെന്തേ വെള്ളം കോരാൻ പോകാത്തത്? ആ പെൺമക്കള് പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ കേറാൻ, ഞങ്ങൾക്ക് ലജ്ജയാ. വഴുത കേൾക്കാൻ വന്നിരിക്കുന്ന പെണ്ണ്, അതാണ് സ്വാലിഹത്ത. കുടുംബത്തിലെ അന്യപുരുഷനാകട്ടെ, +1 പഠിക്കുന്ന +2 പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ പുറകെ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുജന്റെ പുറകിൽ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ പുറകിൽ ബൈക്കിൽ കയറിയിരുന്ന് പോണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എടാ പടച്ചവനെ, അന്യപുരുഷൻ നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബത്തിലെ ചെറുപ്പക്കാരെയാ സൂക്ഷിക്കേണ്ടത്, നാട്ടുകാരെ അല്ല. നിങ്ങൾ പഠിക്കുക, ഹദീസ് ഉണ്ട്, കുടുംബത്തിലെ ചെറുപ്പക്കാരെ സൂക്ഷിക്കണം. കാരണം അവൻ എപ്പോഴും കയറി വന്നിറങ്ങി പോകാനുള്ള സമയമുണ്ട്. അപ്പൊ പടച്ചവനെ, +1 പഠിക്കുന്ന മകളോട് ഉമ്മ പറയാ, അവന്റെ പുറകെ കയറിക്കോ, നമ്മുടെ കുടുംബക്കാരൻ തന്നെ അല്ലേ, കയറിക്കോളാൻ. അന്യപുരുഷന്റെ പുറകെ കയറിയിരുന്നില്ല, ഉബൈഡ്സ് പോകുന്ന പോലെ ചേട്ടത്തിയും അനിയനും കൂടെ പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അവസാനം ഒറ്റ പോക്കങ്ങ് പോകും, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല പെണ്ണിന്റെ അടയാളമാണ് എന്ത്? ആ പെണ്ണുങ്ങൾ പറയാ, ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ കൂടെ കയറിയിട്ട് വെള്ളം കോരാൻ വയ്യ, ലജ്ജയാ. മൂസാ നബിക്ക് അത്ഭുതമായി. മൂസാ നബി ചോദിച്ചു, വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ലേ? ഒരു ഞങ്ങളുടെ വാപ്പയേ ഉള്ളൂ, പ്രായമായ മനുഷ്യനാ, രോഗിയാ, ഞങ്ങളുടെ വാപ്പ പ്രായമായ മനുഷ്യനാ. അപ്പൊ മൂസാ നബി ചോദിച്ചു, ഞാൻ കോരിത്തരട്ടെ? മൂസാ നബി ചോദിച്ചു, ഞാൻ കോരിത്തരട്ടെ? അങ്ങനെ ആ 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു, സഹായിച്ചു മൂസാ നബി. മൂസാ നബി ഇട്ടിരിക്കണ വസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല, നാട് വിട്ടു വന്നതാണ്, അന്യനാടാണ്. ജോർദാനിൽ പോകുമ്പോൾ കാണാം മൂസാ നബി ദുആ ചെയ്ത മലയൊക്കെ കാണാം. അപ്പൊ മൂസാ നബി അവിടെ കയറിയിരുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ, അന്യനാടാ, ആരെ എനിക്കറിയില്ല,
ഇട്ടിരിക്കണ വസ്ത്രമല്ലാതെ ഒന്നുമില്ല, അല്ലാ നീ കൈവിടല്ലേ അല്ലാ. മൂസാ നബി ഇങ്ങനെ ദുആ ചെയ്തു. ആ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി. അപ്പൊ നോക്കുമ്പോ ഈ 2 പെൺകുട്ടികളും വരികയാണ്. ഈ 2 പെൺകുട്ടികളും വന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ ഉപ്പ വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങൾക്ക് വെള്ളം കോരി സഹായിച്ചതല്ലേ, പ്രതിഫലം തരാൻ. മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ, എന്തിനാ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് വെള്ളം കോരി സഹായിച്ചില്ലേ, പ്രതിഫലം തരാൻ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ പെൺകുട്ടികൾ പറഞ്ഞു, മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. സത്യത്തിൽ വഴി പറയേണ്ടത് എങ്ങനെ? ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വഴുതിന് പോയി. 2 ചെറുപ്പക്കാർ സ്കൂട്ടിയുമായിട്ട് വന്നു. പഠിച്ചപ്പോൾ ഓൻ പോയ വഴി പുല്ലും പുടയില്ല, കാരണം ഓനങ്ങ് പോവാ. വഴി കാണിക്കേണ്ടത് ഫ്രണ്ടിലല്ലേ, പറയടോ ഫ്രണ്ടിലല്ലേ, അതോ പുറകിൽ നിന്നിട്ട് വഴി പറയണ്ടേ? പക്ഷെ ആ പെണ്ണുങ്ങൾ എന്തു പറഞ്ഞു? നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറയാം. കാരണം എന്തേ? പെണ്ണുകുട്ടികൾ മുമ്പിൽ നടക്കുന്നത് നല്ലതല്ല. മൂസാ നബിക്ക് നമ്മുടെ പെൺകുട്ടികളാണെങ്കിലോ, നിങ്ങൾ പുറകിൽ വാപ്പ, ഞാൻ മുമ്പിൽ നടക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേടാ ചെറുപ്പക്കാരാട്ടോ, നീ ഭയങ്കര ചിന്ത, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. ഇൽമിന്റെ മജ്ലിസ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ മൂസാ നബി നടന്നുപോയി. ചെന്നപ്പം ആരാ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബിയാണ് വിളിച്ചുകൊണ്ട് പോയത്. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ചെന്നു. ശുഐബ് നബി പറഞ്ഞു, എൻ്റെ ഒരു മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഒരു സാരിഹത്തായ പെണ്ണിനെ വെള്ളം കോരി കൊടുത്തപ്പോൾ അള്ള കൊടുത്ത പ്രതിഫലം. അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തപ്പോൾ അള്ള കൊടുത്ത പ്രതിഫലം. എൻ്റെ സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, സാലിഹത്തായ ഒരു പെണ്ണിനെ അള്ളാഹു ഭാര്യയാക്കി കൊടുത്തു. 9 വർഷം ജോലി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതൈ ഹാതൈൻ അലാ അൻ തഉജുറനി 8 ഹിജജ്. അതാ മൂസാ നബി അലൈഹിസ്സലാമിന് 8 വർഷം അവിടുന്ന് ജോലി കൊടുക്കുകയാണ്. അവിടുന്ന് 8 വർഷം അവിടുന്ന് ജോലി കൊടുത്തു. അതാ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്ത് ചെയ്തതിന്റെ പേരിലാണോ? എന്ത് ചെയ്തതിന്റെ പേരിലോ? മോനെ, ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ്, ഒരു സഹായം ചെയ്തതിന്റെ പേരിലാ. അതുകൊണ്ട് ഉസ്താദേ, ജോലി വേണമെന്ന് പറയുന്നവര്, സാലിഹത്തായ ഒരു പെണ്ണിനെ വേണമെന്ന് പറയുന്നവര്, മോനെ, കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നിനക്കത് നേടാൻ പറ്റും. ചെറുപ്പക്കാരാ, സഹായിക്കടാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലോ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. അല്ലാഹുവേ, ദുനിയാവിലെ സ്വർഗ്ഗമാണ്. മുത്തുനബിയെ കുറിച്ച് പറഞ്ഞ സദസ്സാണ്. ദുആ ചെയ്യാൻ പോകുകയാ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാ, നല്ല ഒരു ജോലി തരണേ അല്ലാ, ജോലി സ്ഥിരപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, കുടുംബജീവിതം, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണേ അല്ലാ, സമാധാനമുള്ള ഒരു ജീവിതം തരണേ അല്ലാ. മക്കളെ, മടിക്കല്ലേ, അസ്സദഖത്തു റദ്ദുൽ ബലായാ. ക്യാൻസറിന് മരുന്നില്ലെന്നാരാ പറഞ്ഞത്? മോനെ, ഏത് രോഗത്തിനും മരുന്നുണ്ടടാ. ആ മരുന്ന് സദഖയാ. സദഖ കൊണ്ട് ചികിത്സിച്ചോ, സദഖ കൊണ്ട് ചികിത്സിച്ചോ. അതാ അവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, 4 പെൺമക്കൾക്ക് 4 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്ത ചെറുപ്പക്കാരാ. അതാ തലാ വെള്ളപ്പൊക്കത്തില് ഉരുൾപൊട്ടികെട്ട് തന്റെ സമ്പാദ്യം മുഴുവനും വെള്ളത്തിൽ ഒലിച്ചു പോയ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ. പടച്ചവര്, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവര്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര്, ഒരുപാട് രോഗികളുണ്ടല്ലോ. അവർക്ക് താങ്ങുമ തണലുമാകുന്ന മക്കളോ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാ. അതുകൊണ്ട് അവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ പറയണമല്ലാ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലോ.
അവിടുന്ന് ദുആ ചെയ്യൂ, അവിടുന്ന് നിയ്യത്ത് ചെയ്യൂ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാ, ഇൻഷാ അല്ലാഹ്, അവിടുന്ന് മൂസാ നബി അവിടുന്ന് ഇൻഷാ അല്ലാഹ് പറയുകയാ. ഒരു ചരിത്രം കൂടെ പറയട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമല്ലോ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ മഖാമു ഇബ്രാഹിം കാണുമ്പോ, ഹിജ്റി ഇസ്മായിൽ കാണുമ്പോ, സഫയും മർവയും കാണുമ്പോ, സംസം കിണർ കാണുമ്പോ, അല്ലാഹുവിന്റെ കഅബാലയം കാണുമ്പോ, ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും നമുക്ക് മറക്കാൻ പറ്റുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്നൊരു സ്വപ്നം കാണുകയാണ്, അവിടുന്നൊരു സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകന് പടച്ചവരെ, ആ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു അവിടുന്ന് പറഞ്ഞ സമയം നമുക്കറിയുമല്ലോ. ഇബ്രാഹിം നബി പ്രസവിച്ച് കിടക്കുന്ന ഹാജറ ബീവിയെയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെയും ആരാരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടിട്ട് പോയതാണല്ലോ. വർഷങ്ങൾ കിടന്ന് മടങ്ങി വരികയാ. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിയെ കാണാമെന്നോ. ഇസ്മായിൽ നബിയുടെ പ്രായം 10-13 വയസ്സിന്റെ ഇടയിൽ പ്രായമാ. ആ ചെറിയ മകന്റെ അടുക്കൽ കടന്നു വന്നു. മകനോട് വല്ലാത്ത സ്നേഹമാണ്, മകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്. അത്രയും വലിയ സ്നേഹമായിരുന്നു. ഒരു ദിവസം 10 വയസ്സുള്ള ആ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ 10 വയസ്സുള്ള പൊന്നുമകന്റെ അടുക്കൽ വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മോനെ, ഫലമ്മാ ബലഅ മഅു സയ്യ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 11 വയസ്സുള്ള ചെറിയ മകന്റെ അടുക്കൽ ഒരു ദിവസം രാവിലെ കടന്നു വന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മകനോട് വാപ്പ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അല്ലാ, മക്കളാണെങ്കിൽ ഇങ്ങനെയാകണം ചെറുപ്പക്കാരാ. ഒരു വാപ്പ തോറ്റുപോയടാ മോനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സർവ്വ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പതറാതെ ജയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി തോറ്റുപോയത് എവിടെയെന്നറിയുമോ? ആ 11 വയസ്സുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന മകന്റെ മറുപടിയുടെ മുന്നിലാ. ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളിപ്പോയല്ലോ, ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറഞ്ഞു പോയല്ലോ. 11 വയസ്സുകാരന്റെ കയ്യിൽ പിടിച്ച് നടന്നു പോകുമ്പോ ഇബ്രാഹിം നബി പറയുന്നു, മോനെ ഇസ്മായിലേ, വാപ്പ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നുമോനെ അറുത്തു കൊടുക്കാൻ, മോനെ നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്താണ് എന്റെ പൊന്നുമകന്റെ മറുപടി എന്നെന്ന് ചോദിക്കുമ്പോ, വാപ്പാ, ഇങ്ങനെയുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്, ഇതുപോലെയുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്. ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. മഴ പെയ്യുന്നുണ്ട്, ഇറങ്ങി അങ്ങോട്ട് കയറിയിരുന്ന ഇൻഷാ അല്ലാഹ് ഇത് കൂടെ പറഞ്ഞു ദുആ ചെയ്യും. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആരും എഴുന്നേറ്റ് ഓടരുത്. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്, അതും പറഞ്ഞ് ദുആയും ചെയ്തിട്ടേ പിരിയാവൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബക്കറ്റ് ഇങ്ങോട്ട് നിർത്തിക്കോ ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്താം. റസാഖ് അബ്രാരി ഉസ്താദ് വന്നിരുന്ന് നനയുന്നു, ഒന്ന് പൊക്കറോ. അതുകൊണ്ട് അബ്രാരി പൊക്കിക്ക്. എഴുന്നേക്കും മുസ്ലിയാരെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് എഴുന്നേറ്റ് എഴുന്നേക്ക് ഉസ്താദ്. എഴുന്നേക്ക് പൊങ്ങ്. പൊങ്ങട്ടെ, മൂസ പൊക്കി വിട്. നിങ്ങളിരിക്ക്, ആ ചങ്ങാതി വന്നോളൂ ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് നോക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനോട് ചോദിച്ചു, മോനെ ഊട്ടി പോകാമെന്നല്ലേ ചോദിച്ചേ? എടാ, വാപ്പ ഒരുപാട് കാലത്തിന് ശേഷം പ്രസവിച്ചപ്പം കൊണ്ടിട്ടിട്ട് പോയതാ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വാപ്പ വന്നു. മകൻ എവിടെ പോയാലും വാപ്പാടെ വിരളിൽ. അങ്ങനെ ആ മക്കള് ഉമ്മമാരെ വേണ്ട, വാപ്പമാരെ മാത്രം മതി മക്കൾക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയാറോ?
അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് ചോദിച്ചു, മോനെ അല്ല പറഞ്ഞിരിക്കാൻ നിന്നെ അറുത്തു കൊടുക്കാം, നിന്റെ മറുപടി എന്താ? പാപ്പായ്ക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നിട്ടും ചോദിച്ചു. ഒരൊറ്റ മറുപടി, ഇഫ് അൽ മാതു ഉമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അല്ല പറഞ്ഞതുപോലെ അനുസരിക്കുക വാപ്പ. അതാ മക്കള്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല അറുത്തു കൊടുക്കാൻ പറഞ്ഞ ഇൻഷാ അല്ലാഹ് അറുത്തു കൊടുത്തേരെ. നിങ്ങൾക്കറിയോ, ചരിത്രം അറിയോ? ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവാ. അറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ചു, നല്ല മനോഹരമായി കുളിപ്പിച്ചു, ഒരുക്കി സുഗന്ധമൊക്കെ തേച്ച് ഉമ്മ വിട്ടു. ഇബ്രാഹിം നബി തന്റെ പൊന്നുമകനെയും കൊണ്ടുപോകുമ്പോ മകൻ വാപ്പാനോട് പറയണ, വാപ്പച്ചി അറുക്കണ സമയത്ത് എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ, എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. അപ്പൊ വാപ്പ ചോദിച്ചു, എന്തേടാ? ഉപ്പാൻ എന്റെ മുഖം കണ്ട അറക്കാൻ പറ്റൂല. ഉപ്പായ്ക്ക് എന്നോട് വലിയ സ്നേഹമല്ലേ, എന്റെ മുഖം കണ്ട എന്റെ ഉപ്പാൻ അറക്കാൻ പറ്റൂല, എന്റെ തല തിരിച്ചിട്ടിട്ട് അറക്കാൻ. എന്നിട്ട് മോൻ പറയാ, ഉപ്പ അറക്കണ സമയത്ത് കയ്യും കാലും കെട്ടണം കേട്ടോ. എന്തിനാ മോനെ? വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ പെടഞ്ഞ ഉപ്പാടെ കൈ വിറയ്ക്കും. എനിക്ക് അറക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ പിടഞ്ഞാൽ ഉപ്പാടെ കൈ വിറയ്ക്കും, അതുകൊണ്ട് എന്റെ കയ്യും കാലും കെട്ടണം. ഉപ്പച്ചി ഈ വസ്ത്രം ഊരി വെച്ചിട്ട് വേണം അറക്കാൻ കേട്ടോ. എന്താ മോനെ? ഉമ്മ കുളിപ്പിച്ചൊരുക്കി വിട്ടതല്ലേ, എന്റെ രക്തം ഇതിനകത്ത് പറ്റിയ എന്റെ ഉമ്മായിക്ക് സഹിക്കൂല, എന്റെ ഉമ്മായിക്ക് സഹിക്കൂല. പാപ്പ തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മാനോട് പറയണം, സ്വർഗത്തിൽ വെച്ച് കാണാൻ കേട്ടാ ഞാൻ പറഞ്ഞു എന്ന്. സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കണം. മഹാനായ സുലൈമാൻ, യൂനുസ്, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മക്കളാ വേണ്ടത്. അങ്ങനെയുള്ള മക്കൾ വരണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനീപരമായി നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയടോ. അപ്പൊ ഇന്ന് മുതൽ എന്ത് ചെയ്യും? ഏത് കാര്യം, നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം? ഇൻഷാ അല്ലാഹ്. ഒരു ഇൽമു പഠിച്ചു, ഒരറിവ് പഠിച്ചു, അത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടവും പഠിച്ചു. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അല്ലാഹ് നിന്നെ സഹായിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന, നാളെ ഒരു കാര്യം ഞാൻ തരാം ഇൻഷാ അല്ലാഹ് എന്ന് നീ പറഞ്ഞാൽ, ആ ഇൻഷാ അല്ലാഹ് പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ദുആ ചെയ്യാം. മഴ പൊടിയുന്നുണ്ട്, ജലദോഷവുമായിട്ട് പോലും ഇപ്പം ആശുപത്രി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ദുആ ചെയ്തൂടെ?